ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എന്നോട് 2-3 സ്റ്റുഡൻസ് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറുന്നതിന് വേണ്ടി, കടബാധ്യതകളിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ് പവർ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഇതുപോലെ മൈൻഡ് പവർ കോച്ചുകളുടെ, ഞാൻ കോച്ചല്ല കേട്ടോ, ഞാനിത് പഠിക്കുന്ന ഒരാളാണ്, കോച്ചുകളുടെയൊക്കെ വീഡിയോസ് കണ്ടാൽ അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് അവർ വലിയൊരു പ്രതിസന്ധി നേരിട്ട, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊരു പ്രതിസന്ധി നേരിട്ട സമയത്താണ് അവർ ഈ ഒരു മൈൻഡ് പവറിനെ കുറിച്ച് കേൾക്കാനും അത് പിന്നെ തുടർന്ന് അവർ ഈ ലൈഫ് കോച്ച് ആവുകയൊക്കെ ചെയ്തത് എന്നുള്ളത്. ഞാനൊരു കോച്ച് അല്ലെങ്കിൽ പോലും ഞാനും ഈ ഒരു ഫീൽഡിലേക്ക് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എനിക്ക് കൊറോണ സമയത്ത് വന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് വളരെ നല്ല നിലയിൽ ഓഫ്ലൈൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പ്രതിമാസം നല്ലൊരു തുക വരുമാനം ലഭിക്കുമായിരുന്നു. വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും നല്ലൊരു വരുമാനം ലഭിക്കുമായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് കുറേ ബാധ്യതകൾ, അന്ന് മക്കൾ പഠിക്കുന്നുണ്ട്, ലോണുകൾ ഇഷ്ടംമാതിരി ഉണ്ട്, കാറുണ്ട് അതിന് ലോണുണ്ട്, വീടുണ്ട് അതിന് ലോണുണ്ട്, മകൻ പഠിക്കുന്നുണ്ട്, മകൾ പഠിക്കുന്നുണ്ട്, അതിനൊക്കെ ലോണുണ്ട്, അല്ലാണ്ട് പേഴ്സണൽ ലോണുണ്ട്, ചിട്ടികൾ കുറേ ഉണ്ട്, പിന്നെ കുടുംബശ്രീ, ആശ്രീ, ഈശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കാറുണ്ട്, പലരുടെയും ലോണുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്ലി വലിയ രീതിയിൽ നമ്മളിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്താണ് നമുക്ക് കൊറോണ എന്ന് പറയുന്ന വലിയൊരു പേമാരി വന്നത്. ആ സമയത്ത് പക്ഷേ ഞാൻ ഓൺലൈൻ ക്ലാസ് ഒന്നും പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ഒന്നും എടുക്കുന്നതിനെക്കുറിച്ചോ യൂട്യൂബ് തുടങ്ങുന്ന സാധ്യതകളെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എനിക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ ഫ്രീക്വൻസിയിലൊന്നും എത്തിയിട്ടില്ല. എനിക്ക് വളരെ ലോ ഫ്രീക്വൻസി ആയിരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം ഞാൻ അതൊന്നും അന്ന് ചിന്തിക്കാതിരുന്നത് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും അന്ന് ലൈഫിൽ വല്ലാത്തൊരു പ്രതിസന്ധി കാലഘട്ടമായി. കാറ് വിറ്റു, അപ്പോൾ EMI അടയ്ക്കേണ്ട, അതൊന്നും ഒഴിവായി കിട്ടി. പക്ഷേ എന്താ പറയുക, നമുക്കൊരു പ്രതിസന്ധി വരുമ്പം നമ്മളുടെ ചുറ്റുമുള്ളവരും എല്ലാവരും നമുക്കെതിരെ തിരിയും എന്ന് പറയുന്നത് പോലെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വന്ന സമയത്ത് കൂടെ നിന്നവരൊക്കെ ചെറുതായിട്ടൊന്ന് കാലുവാരി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വല്ലാത്ത ബാധ്യത നേരിടേണ്ടി വന്നു. അപ്പോൾ വേറെ ഒരു വഴിയുമില്ല, ഡിപ്രഷനിലേക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കയറി പൈസ കിട്ടാൻ എന്താ ചെയ്യുക എന്ന് അടിച്ചു നോക്കി. പലതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത സമയത്തൊരു ട്രോള് വന്നിട്ടില്ലേ, 7 ഏലക്ക പേഴ്സിൽ വെച്ചാൽ പൈസ വരുമെന്ന്. ഞാനിതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രോള് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളോട് ആരെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കാണിച്ചിട്ട് ഇതിൽ പിടിച്ച് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കച്ചിത്തുരുമ്പിൽ നിങ്ങൾ പിടിക്കും. അത് നിങ്ങൾ ഈ ട്രോളുന്നവരായാലും ഇന്ന് എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാ എന്ന് പറഞ്ഞാൽ അങ്ങനെ 7 ഏലക്ക പേഴ്സിലിട്ടുകൊണ്ട് പൈസ വരുമെന്നുള്ളതല്ല ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മളുടെ മൈൻഡിന് നമുക്ക് ചിലപ്പോൾ അതൊരു വിശ്വാസമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൈസ വരും. അവിടെ വിജയിക്കുന്നത് ഏലക്കയുടെ മഹത്വമല്ല, നമ്മളുടെ മൈൻഡിൻ്റെ പവറിൻ്റെ മഹത്വമാണ്. നമ്മൾ ആ ഏലക്കയിൽ മനസ്സിനെ വിശ്വസിക്കുന്നു. നിസ്സാര ഒരു കല്ലെടുത്ത്, നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കല്ലെടുത്ത് പേഴ്സിൽ വെച്ചിട്ട് പൈസ വരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, അവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്ന കല്ലല്ല, നിങ്ങളുടെ മനസ്സത് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും അത് ലഭിക്കും. അപ്പോൾ വിശ്വാസത്തിനാണ് അവിടെ പ്രാധാന്യം. വിശ്വാസത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഈ ഒരു രീതിയിൽ മാറ്റം വരുമെന്ന് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ അനുഭവം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് വഴികളിലൂടെയാണ് എൻ്റെ ബാധ്യതകൾ, ഒരു 10-50 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത എനിക്കുണ്ടായിരുന്നു. കാര്യം അന്ന് ഓഫ്ലൈൻ പിരിച്ചു വിടുന്ന സമയത്ത് പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കെല്ലാം പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എൻ്റെ ഫീസ് തന്നെ 5000 രൂപയായിരുന്നു അന്ന് ഓഫ്ലൈനിന്.
അപ്പോൾ അതെല്ലാം തിരിച്ച് കൊടുത്ത് ഞാൻ ഓഫ്ലൈൻ അടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം എനിക്കൊരു ബാധ്യതയായിട്ട് മാറി. അപ്പോൾ ഒരു 50 ലക്ഷം രൂപയോളം ഒരു നിമിഷം കൊണ്ട് ബാധ്യതയാവുകയും ചെയ്തു. അതൊരു ബാധ്യത മാത്രമല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ നിന്നവർ ചെറുതായിട്ടൊന്ന് കാല് വാരി എല്ലാവരോടും പറഞ്ഞു കൊടുത്തു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ പെട്ടെന്ന് പോയി പൈസ മേടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് എനിക്ക് അതിനോട് നന്ദിയുണ്ട്. കാര്യം അന്ന് എന്നെ ആ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അപ്പം ദൈവ നിയോഗമാണ് അത്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ ഒന്നുമില്ല. ദൈവം നിങ്ങളെ നിയോഗിച്ചതാണ് എന്നെ. അത് ഞാനിങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കണ്ട, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ലൈഫിൽ ചെയ്ത് തീർക്കാനുണ്ട്. ഇന്ന് ഈ വീഡിയോ ഇടുന്നത് തന്നെ നിങ്ങളുടെ നിയോഗം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് വഴിയാണ് എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പം ഞാൻ ചെയ്ത കാര്യം, ഞാൻ 1 വർഷം കൊണ്ട് എൻ്റെ കടബാധ്യതകളൊക്കെ തീർത്തു. അതെങ്ങനെ തീർത്തു എന്നുള്ള വഴികളാണ് ഈ മൈൻഡ് പവറിലൂടെ തന്നെയാണ് ഞാൻ ഈ കടബാധ്യതയൊക്കെ തീർത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊരു ലൈഫ് കോച്ചല്ല. എനിക്ക് നിങ്ങളാരും ഫീസ് തന്ന് പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇത് കോഴ്സ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കുക. എൻ്റെ ക്ലാസ് സ്റ്റിച്ചിങ് ക്ലാസ്സാണ്. സ്റ്റിച്ചിങ് സംബന്ധമായിട്ട് ഞാൻ എന്തെങ്കിലും പൊങ്ങച്ചം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അവിശ്വസിക്കാം. പക്ഷേ ഇത് സംബന്ധമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാര്യം ഇതിൽ നിന്നും 1 രൂപ പോലും ഇനി യൂട്യൂബ് എനിക്ക് ഇനി തന്നാലേ ഉള്ളൂ. ഇതുവരെ 1 രൂപ പോലും യൂട്യൂബ് പോലും എനിക്ക് തന്നിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ സാധിക്കും ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഞാൻ ചെയ്തത് ഗോള് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ക്ലാരിറ്റി വേണം. നമ്മൾ സാമ്പത്തികമായിട്ട് അടിത്തറയില്ലാണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് എത്ര കടമുണ്ടെന്ന് അറിയില്ല, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ബാധ്യതകൾ, അതായത് അക്കമിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. എൻ്റെ ഒരു 200 പേജുള്ള ഒരു ബുക്ക് നിറച്ച് ഞാൻ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള കടബാധ്യത എന്ന് പറയുന്നത് ചിലർ നല്ലവണ്ണം നമ്മളെ ശല്യം ചെയ്യുന്നവർ, മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവരാണ് ഏറ്റവും അത്യാവശ്യമുള്ളവർ. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്ന ബാധ്യത. അപ്പോൾ അത് രണ്ടാമത്. അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് ഏറ്റവും അത്യാവശ്യമുള്ളത് അങ്ങനെ നമ്മൾ എഴുതി നമുക്ക് എന്താണോ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തീർത്ത് കിട്ടേണ്ടതെന്നുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്രയൊന്നും ബാധ്യതയില്ലാത്തവർക്ക് ഒരു ലോങ് ടേമിലുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു വീട് വേണം, കാറില്ലാത്തവർക്കാണെങ്കിൽ ഒരു കാറ് വേണം. അതൊക്കെ ഒരു ലോങ് ടേമിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാവുള്ളൂ. ഷോർട്ട് ടേമിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ എന്ന് വെച്ചാൽ നമ്മളൊരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിനി എന്ത് നഷ്ടപ്പെടാനാണ് ഉള്ളത് എന്നുള്ള വിചാരിച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ഈ ഒരു ബാധ്യതകളെ തീർക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2-3 ടെക്നിക്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിലൊരു വാട്ടർ ടെക്നിക്കുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക്. ഞാൻ കടം തീർക്കുന്നത് 1000 രൂപ, 2000 രൂപ, 3000 രൂപ ആ ഒരു രീതിയിലാണ്. നമ്മൾ ചെറിയ എമൗണ്ടുകളായിട്ടാണ് ഞാൻ കടം തീർത്തത്. ഒന്നിച്ച് ലക്ഷങ്ങളെടുത്ത് കടം തീർക്കുന്നതിനെക്കാട്ടിയും ആദ്യം 1000 ചെറിയ എമൗണ്ടുകൾ മാനിഫെസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ചുകൂടെ വലുതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ ഫ്രീക്വൻസി ലെവൽ ഞാൻ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഞാൻ നിരന്തരം അഫർമേഷൻ കേട്ടു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കാണെങ്കിൽ സത്യത്തിൽ എന്തെങ്കിലും കേട്ടാൽ ഉറക്കം വരില്ല. ആ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാനിങ്ങനെ പകുതി മയക്കത്തിൽ മുഴുവൻ അഫർമേഷൻസ് കേട്ട് വീട് മൊത്തം, ഞാൻ പറഞ്ഞല്ലോ ക്രിയേറ്റീവ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ മൊത്തവും അഫർമേഷൻ എഴുതി വെച്ച് രാവിലെ തൊട്ട് രാത്രി വരെ അഫർമേഷൻ പറഞ്ഞ് ഹോപ്പനൊപ്പനോ പ്രെയർ പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചാണ് ഞാനിതെല്ലാം ചെയ്തത്. അത്രയും കമ്മിറ്റ്മെൻറ്റ് എനിക്ക്
ഒരു കാര്യത്തോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് എനിക്ക് ഇന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട കുറച്ച് പേരുണ്ടെന്ന്. അവരൊന്നും ചതിച്ചതൊന്നും അല്ല കേട്ടോ, അങ്ങനെ നിങ്ങളാരും അവിശ്വസിക്കരുത്. അവരൊന്നും അങ്ങനെയൊന്നും ചെയ്തില്ല. മീൻസ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കാക്കി. മീൻസ് എനിക്ക് ഇത്രയും ബാധ്യതയുണ്ടെന്ന് പബ്ലിക്കാക്കിയപ്പോൾ എല്ലാവരും കൂടെ എന്നെ വന്ന് അറ്റാക്ക് ചെയ്തു. കടം കൊടുത്തിട്ടുള്ളവരെ എല്ലാവരും കൂടെ. ആ ഒരു സംഭവമേ ഉള്ളൂ. നമ്മളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ വെറുതെ നമ്മളെ അറിയുന്നവർ അവരെ ബ്ലെയിം ചെയ്യില്ലേ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും മാത്രമേ വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും അതിശയമായി ഇതിങ്ങനെ ഇത്രയും ബാധ്യതകൾ എങ്ങനെ തീർത്തു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അതിശയമായി. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയും കൂടെയാണ് ഞാൻ തരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി, ഓഫ്ലൈൻ തുടങ്ങുകയും രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ പഠിപ്പിക്കുകയും. അല്ലാതെ നമ്മൾ ചുമ്മാ മാനിഫെസ്റ്റ് ചെയ്ത് വെള്ളം മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 555 മാനിഫെസ്റ്റ് ചെയ്ത് ടെക്നിക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കുട്ടികൾ വിളിച്ചുണർത്തി പഠിച്ചിട്ടുണ്ട്. അതുപോലെ അർദ്ധരാത്രി വീട്ടിൽ പോകുന്ന അത്രയും ടൈമും ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഞാൻ അധ്വാനിക്കുകയും കൂടി ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്തത് കൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അല്ലാതെ നമ്മൾ ഇല്ല, ചിലരൊക്കെ വെറുതെ വന്നിട്ട് ഈ ലൈഫ് കോച്ചുമാരുടെയൊക്കെ ഇതിൻ്റെ താഴെ ചെന്ന് കമൻ്റ് ഇടുന്നു വെക്കാം, പിന്നെ നാളെ തൊട്ട് വെറുതെ വീട്ടിൽ ഇരുന്ന് ഈ ടെക്നിക്ക് ചെയ്താൽ മതിയല്ല. അങ്ങനെയല്ല, നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിന് മനസ്സിലായി ഇവൾ അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കത് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ലോങ് ടേമിലാണ് എൻ്റെ ഇത് കാണാൻ തുടങ്ങിയത്. ഞാൻ അതിനോടൊപ്പം എൻ്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ചെയ്തു, അങ്ങനെ എല്ലാ മെത്തേഡുകളും ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്വിച്ച് വേർഡ്സ് ചെയ്യാം. സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞുതരാം. ഡിവൈൻ, ടുഗദർ ഡിവൈൻ ബ്രിങ് മണി നൗ. ഇങ്ങനെ 5 വേർഡ് ഒന്നുകൂടി പറഞ്ഞുതരാം. ടുഗദർ ഡിവൈൻ കൗണ്ട് മണി നൗ. ഇങ്ങനെ ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടിയ വേർഡ്സാണ്. അത് നമ്മൾ 555, അതായത് 55 തവണ. ഇപ്പം ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ 55 തവണ ഇത് എഴുതി. നാളെ അങ്ങനെ 5 ദിവസം നമുക്ക് ഈ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റ് ചെയ്തു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ടുഗദർ ഡിവൈൻ ബ്രിങ് മണി നൗ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. ടുഗദർ ഡിവൈൻ ബ്രിങ് മണി നൗ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേർഡും കൂടെ ആഡ് ചെയ്തും പറയാം. ടുഗദർ കൗണ്ട് ഡിവൈൻ ബ്രിങ് മണി നൗ. ഈ ഒരു വേർഡ് ധാരാളമായിട്ട് ഉച്ചരിക്കുകയും ഇത് നമുക്ക് എഴുതി 369 എഴുതാം. രാവിലെ 3 തവണ എഴുതാം, ഉച്ചയ്ക്ക് 6 തവണ എഴുതാം, രാത്രി 9 തവണ എഴുതാം. ഇതെല്ലാം ഒരേ ടൈമിൽ എഴുതുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പൈസ വരാനുള്ള ഇൻസ്റ്റൻറ്റ് ബ്ലോക്കൊക്കെ മാറി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ലോങ് ടേമിലുള്ള ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിൽ വരും. ഈ കടം പോയിട്ട് വേറെ കടം വരും. അതുകൊണ്ട് നമ്മൾ ഈ കടബാധ്യത തീർക്കുന്നതിനോടൊപ്പം അപ്പം നമുക്ക് സമയം കിട്ടും നമ്മളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് അതിനോടൊപ്പം നമ്മളുടെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ കടബാധ്യതകൾ തീർന്നു വരുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഉയരും. അപ്പോൾ നമ്മുടെ കടബാധ്യതകളും തീരാൻ അത് കാരണമാകും. അല്ലാതെ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് മാത്രം നമ്മുടെ കടബാധ്യതകൾ തീരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കടം തീർത്താൽ അടുത്ത കടം വരും, ഫ്രീക്വൻസി കൂടിയിട്ടില്ല എങ്കിൽ. അപ്പോൾ എപ്പോഴും മാറ്റർ ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസിയിലായാൽ മാത്രമാണ് നമ്മുടെ ബാധ്യതകൾ, മണി ബ്ലോക്കുകളൊക്കെ മാറുകയുള്ളൂ. അപ്പോൾ മണി ബ്ലോക്ക് മാറാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് മണി ബ്ലോക്ക് മാറുക. ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാകും, നമ്മൾ കുഞ്ഞിലെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ മാറിയാലാണ് ലോങ് ടേമിലുള്ള മണി ബ്ലോക്ക് മാറുകയുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ നാളെ കൊടുക്കേണ്ട പൈസയ്ക്ക് 2-3 വർഷം കൊണ്ട് മാറുന്ന മണി ബ്ലോക്കിനെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് വാട്ടർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ ചെയ്തു നോക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള
ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എല്ലാ ദിവസവും ഞാൻ ചെയ്യും. എല്ലാ ദിവസവും എനിക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടാവും. അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വാട്ടർ ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ ഇഷ്ടം മാതിരി കടം തീർത്തിട്ടുണ്ട്. എനിക്ക് അതിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ആ ഒരു ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നത് യൂട്യൂബിലൂടെയാണ് ഞാനത് കാണുന്നത്. BK ഷീബ എന്ന് പറയുന്ന ഒരു മാഡമാണ്, ഏത് ചാനലാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവരുടെ ആ ഒരു ടെക്നിക്ക് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ റിയലി അമേസിങ് ആയിട്ട് വർക്ക് ചെയ്തു, എനിക്ക് വർക്ക് ചെയ്തു. ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇത്രയും ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് വാട്ടർ ടെക്നിക്കാണ്. അപ്പോൾ അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെങ്ങനെയാണെന്ന് ഉള്ളത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ 2 ഗ്ലാസ് വേണം. അതിൽ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കണം. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയിരിക്കണം. ഇത് കുപ്പി ഗ്ലാസ് ആയിരിക്കണം. ഓക്കെ, 2 ഗ്ലാസ് വേണം. പിന്നെ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഒരു പേന. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് നാളെ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. എൻ്റെ കയ്യിൽ ഇന്ന് ഒരു നിവർത്തിയുമില്ല. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 1000 രൂപ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ഒരു പേപ്പറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, രാധയ്ക്ക് നാളെ 1000 രൂപ കൊടുക്കാനുണ്ട്. അതാണ് എൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ. രാധയ്ക്ക് നാളെ 1000 രൂപ കൊടുക്കണം. അപ്പോൾ ഇത്രയും മാത്രമേ എഴുതാവുള്ളൂ. ഒത്തിരി ഒന്നും നീട്ടി വലിച്ച് എഴുതരുത്. ഒരു സെൻറ്റൻസ്. ഇനി ഇതിനെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. വെള്ളമുള്ള വശത്ത് തന്നെ നമ്മളിങ്ങനെ ഒട്ടിക്കുന്നു. അതായത് എന്നിട്ട് ഇത് നമ്മളുടെ വശത്ത് വരണം. ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ നമ്മളുടെ വശത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ വെള്ളത്തിനെ നോക്കി ഇന്ന് നമ്മളുടെ മാനസികാവസ്ഥ, അതായത് നമ്മളിന്ന് മാനസികമായിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുവാണ്. രാധയ്ക്ക് പൈസ കൊടുക്കണം, നാളെ രാവിലെ രാധ വരും, രാധ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, ആകെ ബുദ്ധിമുട്ടാകും, എന്ത് നമ്മൾ മറുപടി പറയും. അപ്പം നമ്മുടെ ആ ഒരു മാനസിക വിഷമം നമ്മൾ പറയുകയൊന്നും ചെയ്യണ്ട, മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കൊരു ഫീലിങ്സ് വരും. അത് നമ്മളിങ്ങനെ വെള്ളത്തിൽ നോക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വെള്ളത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഇനി അടുത്ത ഗ്ലാസ്സിൽ നമ്മൾ രാധയ്ക്ക് 1000 രൂപ കൊടുത്തതിൽ താങ്ക് യു എന്ന് പറഞ്ഞ് നേരത്തെ എഴുതി ഒട്ടിച്ചിരിക്കണം. രാധയ്ക്ക് 1000 രൂപ കൊടുത്തതിൽ താങ്ക് യു. ഇങ്ങനെ ഒരു ഗ്ലാസ് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മളെ ഫേസ് ചെയ്ത് വയ്ക്കുന്നു. ഇനി ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇതിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഞാൻ രാധയ്ക്ക് പൈസ കൊടുക്കണം, അപ്പോൾ രാധ വീട്ടിൽ വരുന്നതും എന്തു പറയും എന്നുള്ള ആ ഒരു മാനസിക പ്രയാസമൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ഒരു 1-2 മിനിറ്റ് ഇരുന്നതിന് ശേഷം എനിക്ക് എവിടെ നിന്നോ അപ്രതീക്ഷിതം, നിങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. എവിടെ നിന്ന് വേണേ നമുക്ക് കിട്ടാം, നമുക്ക് എങ്ങനെ വേണേ നമുക്ക് പൈസ കിട്ടാം. ആ കിട്ടുന്നതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, അത് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് പൈസ കിട്ടിയാൽ നമുക്ക് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മളിങ്ങനെ ആലോചിക്കുന്നു. ആ ഒരു കിട്ടുന്ന ആ ഒരു മൊമെൻ്റ് ആലോചിച്ചു കൊണ്ട് നമുക്ക് കിട്ടിയ 1000 രൂപ നമ്മൾ എണ്ണി നോക്കുന്നത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും കളയാണ്ട് നമ്മളിങ്ങനെ ഒഴിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും കളയരുത്. അതിനുശേഷം ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്, രാധയ്ക്ക് 1000 രൂപ കൊടുത്തതിൽ താങ്ക് യു. ഇനി ഈ വെള്ളത്തിൽ നോക്കിയിട്ട് നമ്മൾ
ഈ 1000 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ കൊടുക്കാൻ സാധിച്ചല്ലോ, ഇല്ലെങ്കിൽ ഇന്ന് ഇവൾ വന്ന് എന്തോരം ചീത്ത വിളിച്ചതിനെ കണ്ടോ, നമ്മൾ കൊടുത്തത് കണ്ടോ. അപ്പോൾ ആ കൊടുക്കുന്ന ആ സീൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഈ ഫീലിങ്സ് ഒക്കെ നടന്നാൽ മാത്രമേ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ആ രാധയ്ക്ക് 1000 രൂപ കൊടുത്തു, രാധയ്ക്ക് കിട്ടി, ഇങ്ങനെ പറഞ്ഞാലൊന്നും ഇത് നടക്കൂല. ഇത് നമുക്ക് ആ ഫീലിങ്സ് നമ്മൾ ഈ വെള്ളത്തിൽ പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്കിത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ വിശ്വസിക്കണം, ഇത് നടക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതും ഇതെല്ലാം ഈ വെള്ളത്തിനെ നോക്കി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ഫീലിങ്സ് നമ്മൾ ഈ വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലിങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നതും അവർ പൈസ കിട്ടിയോ, അവർ വിചാരിക്കുന്നത് കിട്ടിയില്ല, അപ്പോൾ ഇവളെ നല്ലവണ്ണം ഒന്ന് ഫയർ ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പൈസ എണ്ണി കൊടുക്കുന്നു, അപ്പോൾ അവർക്ക് ആകെ അതിശയമാകുന്നു, അവർ സ്നേഹത്തോടെ പെരുമാറുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം വരും. ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഫുള്ള് കുടിക്കണം. ഒരു തുള്ളി പോലും മിച്ചം വയ്ക്കാതെ ഫുള്ള് കുടിക്കണം. കുടിച്ചിട്ട് പിന്നെ ഇത് ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ ഇനി ഈ രാധയെക്കുറിച്ച് നമ്മൾ ഓർക്കരുത്. നാളെ എവിടെന്നെങ്കിലും ഇന്ന് രാത്രിക്കുള്ളിൽ പൈസ കിട്ടി നമ്മൾ നാളെ രാധയ്ക്ക് കൊടുത്തിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും നടക്കാതിരുന്നില്ല. ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു ടെക്നിക്കായിരുന്നു. എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന സമയത്തെല്ലാം ഞാൻ ഈ ടെക്നിക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇതാണ്. പക്ഷെ വലിയ വലിയ എമൗണ്ടിനൊന്നും നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യരുത്. കാര്യം നമ്മുടെ ബോധ മനസ്സ് വിശ്വസിക്കാത്ത ഒരു കാര്യം ഉപബോധ മനസ്സ് ചെയ്തു തരില്ല. അപ്പം നമുക്കൊരു 5000 രൂപയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാം, ഒരു എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടാമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 5000 രൂപയ്ക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാം. അതല്ല നമ്മൾ 1 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ബോധ മനസ്സിന് അറിയാം 1 ലക്ഷം രൂപ കിട്ടാൻ ഒരു സാധ്യതയില്ല. പക്ഷെ നമുക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം കേട്ടോ. ആദ്യമൊക്കെ 1000, 2000 നമുക്ക് വിശ്വസിക്കുന്ന എമൗണ്ട് എഴുതുക. അത് കഴിഞ്ഞ് നമുക്കിതിനോടൊരു വലിയ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ടെക്നിക്കാണ്. ഞാൻ ഒരുപാട് തവണ അത് ഉപയോഗിച്ചു. ഇപ്പം പക്ഷേ ഉപയോഗിക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ സ്വിച്ച് വേർഡ്സോ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളാണ്. നമ്മൾ ലോങ് ടേമിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, വിഷ്വലൈസേഷൻ ചെയ്യുക, അഫർമേഷനുകൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീട് വാങ്ങുക, കാറ് വാങ്ങുക, അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന ടെക്നിക്കുകളാണ്. വിഷ്വലൈസേഷൻ, സ്ക്രിപ്റ്റിംഗ് എഴുതി വെക്കുക, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ ഈ പരിപാടിയൊക്കെ എന്നുള്ളത്. പക്ഷേ ആദ്യം നമുക്ക് എമർജൻസി ആയിട്ട് ഒരുപാട് പേരുണ്ട്, കടബാധ്യതകൾ തീർക്കേണ്ടവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്കുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോകളിലും ഒക്കെ ഞാൻ കൂടുതൽ ഈ കടബാധ്യതകൾ മാറാനുള്ള ടെക്നിക്കുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ കണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ വീഡിയോ 500 പേരാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന്. കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ വീഡിയോയ്ക്ക് 10,000 വ്യൂസായി. അപ്പോൾ ഇതൊക്കെ ദൈവത്തോട് ഒരുപാട് നന്ദി, നിങ്ങളോട് എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ഈ ഒരു അവസരത്തിൽ. താങ്ക് യു സോ മച്ച്.